ഹായ് ഗൈസ്, UB വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കോഴിക്കോട്ടെ പ്രസിദ്ധമായ തുഷാരഗിരി വെള്ളച്ചാട്ടം ഒന്ന് പോയി കണ്ടാലോ? അടിവാരത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ വലത്തോട്ട് പോയാൽ തുഷാരഗിരിയിലേക്കുള്ള ഈ റോഡിലെത്താനാവും. വണ്ടിയുമായി വരുന്നവർ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്ന കുറച്ച് കച്ചവടക്കാരെ നമുക്ക് വഴിയിൽ കാണാൻ കഴിയും. താമസിക്കാനോ അല്ലെങ്കിൽ ഫ്രഷ് ആവാനോ ഇവിടെ റൂം സൗകര്യമൊക്കെ ലഭ്യമാണ്. ഈ വഴിയിലൂടെ കുറച്ച് നടന്നാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് സമയം എടുത്ത് അവർ ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഇൻ്റർലോക്ക് ഭാഗ്യ നടപ്പാതയിലൂടെ കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തെത്താനാവും. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ. പ്രായമായവരെ കൊണ്ട് ഇവിടെ വരുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. തുഷാരഗിരിയിൽ 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതിലേക്ക് മാത്രമേ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയുള്ളൂ. വൈകുന്നേരം 4 മണി വരെ മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്ക് കടക്കാനാവുള്ളൂ. മുന്നിൽ കാണുന്നതാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായ തുഷാരഗിരി വെള്ളച്ചാട്ടം. മഴക്കാലത്തിന് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന് ഇപ്പം വെള്ളം കുറവാണ്. ഈ പാലം കടന്നു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. ഇന്ന് ഇവിടെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവരെ നമുക്കവിടെ കാണാം. ഈ വഴുവഴുപ്പുള്ള കല്ലുകളുടെ ഇടയിലൂടെയൊക്കെ നടക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. നല്ല വഴുക്കലുണ്ട്. അപ്പോൾ തുഷാരഗിരിയുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. സീ യു ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, സീ യു ഗൈസ്.